വചനമൊഴി ശ്ലീഹാക്കാലം 3-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 1:5-8, ഏശയ്യാ 1:1-9, 1 കോരിന്തോസ് 7:1-7, ലൂക്കായുടെ സുവിശേഷം 10:25-37. ശ്ലീഹാക്കാലം 3-ാം ഞായറാഴ്ച പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചന ഭാഗങ്ങളെല്ലാം സ്നേഹത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും സ്നേഹത്തിലധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനമായ നിത്യജീവൻ നേടുന്നതിനെക്കുറിച്ചുമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണം ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആമോസ് പ്രവാചകന്റെ വാക്കുകളിൽ ദൈവത്തിന്റെ സ്നേഹം മറന്നു ജീവിക്കുന്ന ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദാമ്പത്യ സ്നേഹത്തിന്റെ സമർപ്പണത്തിലൂടെ ദൈവഹിതം നിറവേറ്റി ജീവിച്ച് തങ്ങളുടെ ജീവിത കടമ നിർവഹിച്ച് നിത്യജീവന് യോഗ്യമാകാനുള്ള ആഹ്വാനമാണ് പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ നൽകുന്നത്. നല്ല സമ്രായന്റെ പരസ്നേഹ പ്രവൃത്തി എടുത്തു കാണിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള മാർഗം സ്നേഹത്തിന്റെ പ്രവൃത്തികളാണ് എന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. സുവിശേഷം ആരംഭിക്കുന്നത് നിത്യജീവൻ അവകാശമാക്കുന്നതിന് എന്തു ചെയ്യണമെന്ന ചോദ്യമുയർത്തുന്ന നീമഞ്ജന്റെ വാക്കുകളോടെയാണ്. ഈശോയെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ ചോദ്യം ഉയർത്തിയത് എന്ന് സുവിശേഷകൻ പറയുന്നു. ഈശോയാകട്ടെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ നീമഞ്ജനോട് മറുചോദ്യം ഉയർത്തുകയാണ്. നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീമഞ്ജന്റെ മറുപടി എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്നും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുമുള്ളതാണ്. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നതായിരുന്നു നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള മാർഗമായി നിയമം പഠിപ്പിക്കുന്നത്. എന്താണ് പരസ്നേഹം അഥവാ ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് നല്ല സമ്രായന്റെ ഉപമ ഈശോ പറയുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗത്ത് ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് ഇസ്രായേലിനെ അയക്കുന്നതാണ് നാം കാണുന്നത്. ഇസ്രായേലിന്റെ ദൗത്യമാണ് തങ്ങളുടെ പ്രവൃത്തികളിലൂടെ ആ ദേശം സ്വന്തമാക്കുക എന്നത്. സുവിശേഷം പറയുന്നതും നിത്യജീവൻ നേടുന്നതിന് പരസ്നേഹ പ്രവൃത്തികൾ അടിസ്ഥാനപ്പെടുത്തിയ ജീവിതം വേണമെന്നാണ്. ആ പരസ്നേഹ പ്രവൃത്തികൾ എന്തായിരിക്കണമെന്നാണ് നല്ല സമ്രായന്റെ ഉപമയിലൂടെ വ്യക്തമാക്കുന്നത്. വഴിയരികിൽ വീണു കിടക്കുന്നത് ശത്രുവാണെങ്കിൽ പോലും നിന്റെ സഹായത്തിന്റെ കരം അവനു വേണ്ടി നീട്ടണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഈ ഉപമയിലെ ശമരിയാക്കാരൻ ഈശോ തന്നെയാണ്. ഈശോയുടെ മാതൃക അനുകരിച്ചാൽ ആർക്കും നിത്യജീവൻ പ്രാപിക്കാം എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ശത്രുവിന്റെ പ്രലോഭനത്താൽ പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി സ്വജീവൻ പോലും സമർപ്പിച്ച ഈശോ തന്നെയാണ് നല്ല സമരിയാക്കാരൻ. വഴിയരികിൽ വീണുകിടന്ന മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്ന സത്രം സഭയാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി സഭയാകുന്ന സത്രത്തിൽ ഈശോ എത്തിച്ചിരിക്കുകയാണ്. സഭയുടെ ദൗത്യമാണ് അവരെ പരിചരിക്കുക എന്നത്. അതിനുവേണ്ടി അവിടുന്ന് നൽകിയിട്ടുള്ള 2 ദെനാറുകളാണ് അവിടുത്തെ വചനവും വിശുദ്ധ കൂദാശകളും. മിശിഹ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിച്ച് മനുഷ്യകുലത്തിന് ശുശ്രൂഷ ചെയ്ത് അവനെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് യോഗ്യനാക്കുക എന്നതാണ് സത്രം സൂക്ഷിപ്പുകാരുടെ ഉത്തരവാദിത്തം. മിശിഹായുടെ തിരിച്ചുവരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് സത്രവാസികളെല്ലാവരും. ഈശോ ഈ ഉപമ പറഞ്ഞിട്ട് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നീമഞ്ജനെ അയക്കുകയാണ്. അതിലൂടെ ഈശോ തന്നെ അനുഗമിക്കുവാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഈശോയായി മാറാനുള്ള വിളിയാണ് ഇവിടെ നൽകുന്നത്. ശ്ലീഹാക്കാലം അയക്കപ്പെടലിനെ അനുസ്മരിക്കുന്ന കാലമാണ്. ഈശോയെ അനുഗമിക്കുന്ന ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ വഴിയരികിൽ വീണു കിടക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ കരം നൽകാൻ, മുറിവേറ്റ് കിടക്കുന്നവരെ വെച്ചുകെട്ടാൻ, തളർന്നു കിടക്കുന്നവരെ സഭയാകുന്ന സത്രത്തിലേക്ക് നയിക്കാൻ, പാപത്തിൽ വീണുപോയവരെ സന്മാർഗത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ,
അയക്കപ്പെട്ടിരിക്കുന്ന നല്ല സമറായക്കാരാണ് നാം എന്ന ബോധ്യത്തിൽ വളരാനുള്ള വിളിയാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത്.